ഹലോ. വീട്ടിൽ വെറുതെ ചടച്ചിരിക്കുമ്പോഴും പിന്നെ എല്ലാവർക്കും കോളേജും സ്കൂളും ഷോപ്പും ഒക്കെ ഫ്രീ ആകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോവും. ചുരം കയറുക, മേലെ കയറുക, തണുപ്പ് കിട്ടാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ് നമ്മുടേത്, അതായത് ഫ്രണ്ടിലും സെൻട്രലിലുള്ള സീറ്റുള്ള കാറാണ്. ബട്ട് ഇതിൻ്റെ ഡിക്കി നല്ല സ്പേസ് അല്ല, അപ്പോൾ ഞങ്ങൾ ഡിക്കിയിലായിട്ട് ഇരിക്കണേ. നമ്മൾ സ്ഥിരമായിട്ട് ചുരത്തിൻ്റെ ടോപ്പിലുള്ളൊരു കടയാണിത്. നമ്മളിപ്പോൾ പോകുമ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവിടെ നല്ല ദോശ ഓംലെറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയത് അതല്ല കേട്ടോ, നല്ല ചൂടുള്ള പൊറോട്ടകളും ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നാണ് വാങ്ങുന്നത്. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ ഇപ്പോൾ തറവാട്ടിൽ പോയി വരുന്ന ഒരു ഫീലാണ്. ഞങ്ങൾ പോയി ഞങ്ങൾക്ക് അവിടെ ഓരോ സ്ഥലങ്ങളും കാണാപ്പാടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തൊക്കെ എല്ലാവരും പോവുക. അവിടെ കാണാൻ ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്യല്. അപ്പോൾ നല്ല ലൈവായിട്ട് അയാൾ സോഫ്റ്റാണ് കേട്ടോ പൊറോട്ട. അതാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. അയാൾ ജസ്റ്റ് വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മുടെ പൊറോട്ട അതിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. അപ്പം അത് ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ദോശയും പിന്നെ ചില ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അവർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്ലേസ് കേട്ടോ, നല്ല കാണുന്നൊന്നുമില്ലെങ്കിലും. അപ്പോൾ നമ്മൾ പൊറാട്ടയും പിന്നെ അതിലേക്കെന്തോ ഫിഷ് കറി, ഒരു 10 പൈസക്കുള്ള കറി നല്ല കഴിച്ചു. നമ്മൾ ഹോർലിക്സാണ് ഓർഡർ ചെയ്തത്. ഹോർലിക്സും കുടിച്ചു. നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു നമ്മുടെ റൂം എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പോയി റൂമിലെത്തി. ഡബിൾ റൂമായിരുന്നു, അറ്റാച്ച്ഡായിട്ട് ഓരോ റൂമിലും ബാത്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എവിടേക്ക് കിടക്കുക, എന്തൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേഗം കയറി സെറ്റാക്കിയാണ്. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ ചാൻസ് ഇല്ല, അവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ് ഒന്നുകൂടി വേണം. അപ്പോൾ നമ്മൾ റൂമിൻ്റെ പുറത്തത്തെ വ്യൂ ഇങ്ങനെ കേട്ടോ, റോഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ താഴേക്ക് ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. അതായത് ഈ ഒരു സെക്ഷനും പിന്നെ അപ്പുറത്തൊരു പോർഷനും. നമ്മൾ പോകുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ഒരു ഇതെടുക്കണം. അതായത് ബെഡ് ഞങ്ങൾ ഡിക്കിയിലാണ് ഇരുന്നിരുന്നല്ലോ. അപ്പോൾ ഡിക്കിയിൽ ഞങ്ങളൊരു ബെഡിലാണ് ഇരുന്നിരുന്നത്. ആ ബെഡ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് കാറിൽ പോയിട്ട് എടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ബ്രദറാണ് ബെഡ് എടുത്ത് കൊണ്ടുപോകുന്നത്. എനിക്ക് ചിരൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ ഓണർ കണ്ടാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഓരോ ബെഡാണ് വിചാരിച്ചാൽ പോലെ കൊണ്ടുപോകും. ബെഡ് 10 പൈസക്കില്ലെങ്കിലും അങ്ങനെ അവർ മേളിലാണല്ലോ റൂം, കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് തണുപ്പാട്ടോ. നമ്മൾ നാട്ടിലത്തെ ചൂടപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളവിടെ ചൂടാന്ന് വിചാരിക്കുമെങ്കിലും അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മളാണെങ്കിൽ നിൽക്കാമെന്ന് വിചാരിച്ചൊരു പ്ലാനിൽ പോയതല്ല. പിന്നെ നാളെ ലീവായപ്പോഴാണ് പോകുന്നത്. അപ്പോൾ റൂമിൽ മോർണിംഗ് ജനലാട്ടോ, അത് തുറന്നു നോക്കിയപ്പോൾ താഴെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല പച്ചപ്പും പിന്നെ ഒരുപാട് ഊട്ടിയത്തെ വീടുകൾ അങ്ങനെയുള്ള ചേരി പോലെ ഒരുപാട് വീടുകളും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു ഗ്രാമപ്രദേശം മാതിരി, നല്ല തണുപ്പുണ്ട്. തണുപ്പായാൽ തന്നെ നമുക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ റോഡിൽ മറ്റേ ജനലിൻ്റെ വ്യൂ നോക്കിയപ്പോൾ അവിടെ നല്ല കാട്ടുപോത്തുകൾ, അതിലൊരു പോത്തിന് വീഡിയോ എടുക്കണം അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. ഭയങ്കര നോട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കാറിൻ്റെ അടുത്തൊക്കെയാണ് ചെന്നു. അയാൾ നല്ല വിറച്ച് ചത്താണ്. ഇതിൻ്റെ ബ്രദറാണ്. വീഡിയോ എടുക്കണ കണ്ടിട്ട് നല്ല പട്ടി ഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വീഡിയോ ഒന്ന് മാറ്റിയിട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് നല്ല വട ചൂടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. ഞാനും എൻ്റെ സിസ്റ്ററുമാണ്. ഞങ്ങളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഷോർക്കുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വീഡിയോ ഓഫ് ആക്കും. ഷോ ഇറക്കിയാൽ അപ്പോൾ വീഡിയോ ഓഫ് ആക്കും. ഞാനാണ് ഇതിൽ മെയിൻ. അപ്പോൾ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂടുള്ള സാമ്പാർ. പക്ഷേ മസാല ദോശ സത്യം പറഞ്ഞാൽ ഭയങ്കര പുളിയായിരുന്നു ദോശ. പിന്നെ ഒരു വലിയ ടേസ്റ്റൊന്നുമില്ല. എല്ലാവരും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഹസ്ബൻഡ് മാത്രം ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. മോന് പിന്നെ എണീറ്റ് ഉടനെ കഴിക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് കാറിൽ ഇങ്ങനെ അടുത്ത്, അതായത് ഇറങ്ങാനുള്ള പരിപാടി. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് വൈബാക്കുക പോവുക, അങ്ങനത്തെ ഒരു ആളുകളാണ്. അധികം സ്റ്റേ ചെയ്യാനൊക്കെ ഞങ്ങൾ ലോങ്ങാണ് പിടിക്കൽ. ഞങ്ങൾ ഇരിക്കണ ഒരു ഇത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡിക്കിയിലാണ്. എങ്ങനെ ഇരിക്കണമെന്ന് ശരിക്ക് കാണിക്കാം, നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെ ഇരിക്കണത് എന്നുള്ളത്. അപ്പം നമ്മൾ പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. വൈബാക്കി ഞങ്ങളൊരു ഷോ ടൺ 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 ടൺ
കാണാനായിട്ട് വരുന്നിരുന്നത്. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. ഞാനും സിസ്റ്ററുമാണ്. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും നോ ഇഷ്യൂ. ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള ഷോ ആണ്. ഊട്ടിയിൽ മൊട്ടക്കുന്ന് ഭാഗത്താണ്. പക്ഷെ മൊട്ടക്കുന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ട്രാവലേഴ്സ് കയറുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ഭാഗത്താണ് നിൽക്കണേ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിപൊളിയായ സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ വണ്ടി മാത്രമുള്ള ഇവിടെ പുക പോണ കാർന്നല്ല കേട്ടോ ഗൈസ്. അവിടെ എന്തോ കത്തിച്ചു. ഒരാളിവിടെ തലകുത്തി പറയാൻ നോക്കി, പക്ഷെ ഫെയിലായി. പിന്നെ വേറൊരാളുടെ പാടത്ത് കൊക്കക്കണവര് നിൽക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണം. എന്താ ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങളെ ഒരു ഷോ ആണ് കേട്ടോ. കുറച്ച് എടുത്തെത്തുമ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യണേ. നേച്ചറൊക്കെ ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നടത്താണ്. ഇനി എടുത്തെത്തുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കോമിക്കുകളൊക്കെ ഉണ്ട്. കുറേ കട്ടാക്കിയിട്ടെന്ന് എനിക്ക് തോന്നണേ വീഡിയോ എടുത്തപ്പോൾ. അയ്യോ അതിന് വെള്ളം കുടിച്ചാൽ മതി. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചാണ് പാട്ട് പാടണ്ട. പാട്ടിനെ അതിൻ്റെ മിററിൽ ഇങ്ങനെ കാണിച്ചാണ്. നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയുള്ളൂ നമ്മളെ ട്രിപ്പ്. ഇത്രയുള്ളൂ. നമ്മൾ നാട് കാണി ചുരമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് ചിലപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങിയിരിക്കും. ഞങ്ങൾ ഡിക്കിയിലിരിക്കുന്ന രംഗം കാണിച്ചു തരാം. അത് സിസ്റ്റർ കേട്ടോ. നല്ല കടത്താണ്. ഡിക്കി അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയുമോ എന്നറിയില്ല. പക്ഷെ നേരിട്ട് ഞാനും സിസ്റ്റർ അവിടെ ഉൾക്കൊണ്ടു. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. എല്ലാവരും ചോറായിട്ട് ഓർഡർ ചെയ്ത് കഞ്ഞി കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാണ്. പക്ഷെ എല്ലാവരും അവിടെ എത്തിയപ്പോൾ ചോറും പിന്നെ മത്തി പൊരിച്ചുകൊണ്ട് ഇതിൽ കാണിച്ചിട്ടില്ല. വീട്ടിലെത്തി ബായ് ഡള്ളായിട്ടുണ്ട് കേട്ടോ. ബായ് നെക്സ്റ്റ് ഡേ കാണാം.